ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് HSC+1 9th ചാപ്റ്ററായിട്ടുള്ള ദ ട്രിപ്പ് ഓഫ് ലാ ഹോള എന്ന് പറയുന്ന ലെസണിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത് ഗീ ഡി മോപ്പസാങ് എന്ന് പറയുന്ന ഫ്രഞ്ച് റൈറ്ററിൻ്റെ ഒരു ഹോട്ട് എയർ ബലൂണിലുള്ള ഒരു യാത്രാ വിവരണത്തിനെ പറ്റിയിട്ടാണ് ഈ ലെസൺ. അപ്പോൾ ഈ ലെസൺ ദ ട്രിപ്പ് ഓഫ് ലാ ഹോർല എന്നാണ് ഈ ലെസൻ്റെ പേര്. അപ്പോൾ ഈ ലാ ഹോർല എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. ഈ വേർഡിൻ്റെ അർത്ഥം ദ ഔട്ട്സൈഡർ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതെന്ന് പറയുന്നത് ഈ ബലൂൺ ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങി അത് ആകാശത്തിലൂടെയുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പാരഗ്രാഫ്, ദ ഡെലിഷ്യസ് ഓഡേഴ്സ് ഓഫ് ദ സോയിൽ റൈസ് ടുവേർഡ്സ് അസ്, ദ സ്മെൽ ഓഫ് ഹേ, ഓഫ് ഫ്ലവേഴ്സ്, ഓഫ് ദ വെറ്റ് ഗ്രീൻ എർത്ത് ഈസ് സെൻറ്റിംഗ് ദ എയർ. അതായത് ഈ ബലൂൺ ആകാശത്തേക്ക് പോകുന്ന സമയത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ, കാണുന്ന കാഴ്ചകൾ, അനുഭവിക്കുന്ന ഗന്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ എഴുത്തുകാരൻ ഓരോന്നായിട്ട് വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില ഗന്ധങ്ങളെ പറ്റിയിട്ടാണ് എഴുത്തുകാരൻ പറയുന്നത്. ദ ഡെലിഷ്യസ് ഓഡേഴ്സ് ഓഫ് ദ സോയിൽ റൈസ് ടുവേർഡ്സ് അസ്. അതായത് ഭൂമിയുടെ മണം, അതായത് മണ്ണിൻ്റെ മണം മൂക്കിലടിച്ചു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് ഡെലിഷ്യസ് ഓഡേഴ്സ് എന്നാണ്. അപ്പോൾ ODOUR ഓർഡറിൻ്റെ അർത്ഥം ഗന്ധം എന്നാണ്. അപ്പോൾ ഡെലിഷ്യസ് എന്ന് പറഞ്ഞാൽ രുചികരമായ എന്നാണ് അർത്ഥം. അപ്പോൾ സാധാരണ രുചികരമായ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ടേസ്റ്റിനോടായിരിക്കും. പക്ഷേ ഇവിടെ സ്മെല്ലിൻ്റെ കൂടെയാണ് ഡെലിഷ്യസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ്, അല്ലെങ്കിൽ പോയറ്റിക് അല്ല, ഇവിടെ ഒരു ലിറ്റററി ഡിവൈസ് നമ്മുടെ എഴുത്തുകാരൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിറ്റററി ഡിവൈസിൻ്റെ പേര് സിനസ്തേഷ്യ എന്നാണ്. അപ്പോൾ ഈ സിനസ്തേഷ്യ SYNESTHESIA, സിനസ്തേഷ്യ എന്ന് പറയുന്നത് ചേർക്കാൻ പറ്റാത്ത ഒരു സെൻസിനോടൊപ്പം ഒരു പദം ചേർക്കുന്നതിനെയാണ് സിനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഷ്യസ് ടേസ്റ്റ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഡെലിഷ്യസ് സ്മെല്ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സിനസ്തേഷ്യ എന്ന് പറയുന്ന ലിറ്റററി ഡിവൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ലിറ്റററി ഡിവൈസസ് എഴുത്തുകാർ ഉപയോഗിക്കുന്നത് വായനയ്ക്ക് ഒരു സുഖം പകരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മണ്ണിൻ്റെ മണം മുകളിലേക്ക് അടിച്ചു, ദ സ്മെൽ ഓഫ് ഹേ, അതായത് വൈക്കോലിൻ്റെ മണം, ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ മണം, ഓഫ് ദ വെറ്റ് ഗ്രീൻ എർത്ത്, അതായത് നനഞ്ഞ് പച്ചപ്പുള്ള ഭൂമിയുടെ മണം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്, അറ്റ് ടൈംസ് വി റൈസ് ആൻഡ് ദെൻ ഡിസെൻഡ്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ബലൂൺ മുകളിലേക്ക് പൊങ്ങും, ചിലപ്പോഴൊക്കെ താഴും. എവ്രി ഫ്യൂ മിനിറ്റ്സ് ലെഫ്റ്റനന്റ് മാലറ്റ് സേസ് ടു ക്യാപ്റ്റൻ ജോവിസ്, വി ആർ ഡിസെൻഡിങ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലെഫ്റ്റനന്റ് മാലറ്റ് ക്യാപ്റ്റൻ ജോവിസിനോട് പറയുന്നുണ്ട്, നമ്മൾ താഴേക്ക് പോവുകയാണ് എന്ന്. ത്രോ ഡൗൺ, വി ആർ ഡിസെൻഡിങ്, ത്രോ ഡൗൺ ഹാഫ് എ ഹാൻഡ്ഫുൾ. അപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ്, ഒരു പിടി താഴേക്കിടൂ എന്നാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ സാൻഡ് നിറച്ച ചാക്കുകൾ ഈ ബലൂണിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പിടി താഴേക്കിടാനാണ് പറയുന്നത്. അപ്പം ഒരു പിടി മണ്ണ് താഴേക്കിടുമ്പോൾ തന്നെ ആ ഭാരവ്യത്യാസം കൊണ്ട് ബലൂൺ മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മൾ താഴേക്ക് പോകുമ്പോഴെല്ലാം ഈ മണ്ണ് താഴേക്കിടാനായിട്ട് അദ്ദേഹം നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. And the captain takes a handful of sand from the bag kept between his legs and throws it overboard. അപ്പോൾ ഇത് കേട്ടോടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ജോവിസ് കാലുകളുടെ ഇടയിൽ സൂക്ഷിച്ചിരുന്ന, താഴെ വെച്ചിരുന്ന ചാക്കിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് താഴേക്ക്, ഓവർബോർഡ് എന്ന് പറഞ്ഞാൽ ഈ അവരുടെ ബാസ്ക്കറ്റിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അടുത്ത പാരഗ്രാഫ്,
Nothing is more amusing, more delicate and more interesting than the maneuvering of a balloon. അപ്പോൾ നമ്മുടെ ഗിഡി മോപ്പസാൻ പറയാണ് ഇത് വളരെ അമ്യൂസിങ് ആയിട്ടൊരു അനുഭവമാണ്. അമ്യൂസിങ് എന്ന് പറഞ്ഞാൽ എൻജോയബിൾ. അപ്പോൾ ഇതുപോലെ എൻജോയബിൾ ആയിട്ട് മറ്റൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോർ ഡെലിക്കേറ്റ്, വളരെ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാരം കുറഞ്ഞ ഫീലിംഗ്. ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ മെനൂവറിങ് ഓഫ് എ ബലൂൺ. മെനൂവറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലൂണിൻ്റെ ആ ഒരു ചലനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടൊരു അനുഭവം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് എ ബിഗ് ടോയ്, ഫ്രീ ആൻഡ് ഡൊസൈൽ ബട്ട് ഒബീഡിയൻറ്റ്. അപ്പോൾ അദ്ദേഹം ഈ ബലൂണിനെ പറ്റി പറയുകയാണ്, ഇതൊരു വലിയൊരു കളിപ്പാട്ടം പോലെയാണ്. ഫ്രീ ആൻഡ് ഡൊസൈൽ. ഡൊസൈൽ എന്ന് പറഞ്ഞാൽ ഇണക്കമുള്ള എന്നാണ് അർത്ഥം. ബട്ട് ഒബീഡിയൻറ്റ്, ഇണക്കമുള്ള അനുസരണയുള്ള ഒരു കളിപ്പാട്ടമാണ് ഈ ബലൂൺ. ഇറ്റ് ഈസ് ദ സ്ലേവ് ഓഫ് ദ വിൻഡ് വിച്ച് വി കനോട്ട് കൺട്രോൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ബലൂൺ എന്ന് പറയുന്നത് കാറ്റിൻ്റെ അടിമയാണ്, ഞങ്ങൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഹോട്ട് എയർ ബലൂണിന് സ്റ്റിയറിംഗ് ഇല്ല. ഹോട്ട് എയർ ബലൂൺ എപ്പോഴും കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ് ഹോട്ട് എയർ ബലൂണിൻ്റെ യാത്ര. അടുത്ത സെൻറ്റൻസ്, any small thing that we throw overboard will make the balloon go up quickly. അതായത് നമ്മൾ ഈ ബാസ്ക്കറ്റിൽ നിന്ന് താഴേക്ക് എന്തിട്ടാലും ഉടനെ തന്നെ ഈ ബലൂൺ മുകളിലേക്ക് പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അതായത് ഇറ്റ് ക്യാൻ ബി എ പിഞ്ച് ഓഫ് സാൻഡ്, ചിലപ്പോൾ അത് ഒരു നുള്ളു മണ്ണായിരിക്കാം. ഹാഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ, അതൊരു പേപ്പറിൻ്റെ കഷ്ണമായിരിക്കാം. 1 or 2 drops of water, വെള്ളത്തുള്ളികൾ പോലും ഈ ഭാരവ്യത്യാസം കാണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർ ദ ബോൺസ് ഓഫ് എ ചിക്കൻ വി ഹാവ് ഈറ്റൻ. അപ്പോൾ ഇവർ കഴിക്കാൻ കൊണ്ടുപോയ ചിക്കൻ്റെ ബോൺസ് താഴേക്ക് ഇടുമ്പോൾ പോലും ഈ ബലൂൺ മുകളിലേക്ക് പോവുകയാണ്. അടുത്ത പാരഗ്രാഫ്, ദ എർത്ത് ഈസ് സ്ലീപ്പിംഗ്, the beasts are awakened by our approach and they announce it everywhere. അപ്പോൾ ഇത് രാത്രിയാണ്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ദ എർത്ത് ഈസ് സ്ലീപ്പിംഗ്, ഭൂമിയിലെ എല്ലാവരും ഉറങ്ങുകയാണ്, ഭൂമി ഉറങ്ങുകയാണ്. ദ ബീസ്റ്റ് ആർ അവേക്കൻഡ് ബൈ ആർ അപ്രോച്ച്. അപ്പോൾ ഈ ഭൂമിയിലുള്ള മൃഗങ്ങളെല്ലാം ഈ ബലൂണിൻ്റെ വരവ് കണ്ട് ഞെട്ടി ഉണരുകയാണ്. ആൻഡ് ദേ അനൗൺസ് ഇറ്റ് എവ്രിവെയർ. എന്നിട്ട് അവർ ഭയന്ന് ഒച്ചപ്പാടുണ്ടാക്കി എല്ലാവരെയും അറിയിക്കുകയാണ്. We now observe a strong and continuous odor of gas. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ മണം അനുഭവപ്പെടുന്നുണ്ട്. We must have met with a current of warm air. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചൂട് കാറ്റിൻ്റെ പ്രവാഹത്തിൽ എത്തിയിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം പറയുകയാണ്. The balloon expands, losing its visible blood by the escape valve. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതാണല്ലോ, ഈ ബലൂണിന് 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. മുകളിലത്തെ എൻവലപ്പ്, നടുവിലത്തെ ബേണർ, അതായത് ഈ തീ മുകളിലേക്ക് പോകുന്ന ഒരു ഭാഗം, അത് യാത്രക്കാരുടെ മുകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ഈ ബാസ്ക്കറ്റ്. അപ്പോൾ ഈ തീ മുകളിലേക്ക് പോകുമ്പോൾ എയർ ചൂടാവുകയും ആ ചൂട് എയർ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ചൂട് എയർ കാരണമാണ് ഈ ബലൂൺ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബലൂണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു എസ്കേപ്പ് വാൽവ് ഉണ്ട്. എസ്കേപ്പ് വാൽവ് എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ താഴേക്കൊരു കയറിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കയറ് ചലിപ്പിക്കുന്ന അനുസരിച്ച് ഈ എസ്കേപ്പ് വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ എസ്കേപ്പ് വാൽവ്, ഈ ബലൂൺ കൂടുതൽ വികസിച്ച് കഴിഞ്ഞാൽ ഈ എസ്കേപ്പ് വാൽവ് തുറന്ന് ആ ചൂട് കാറ്റ് പുറത്തേക്ക് വിട്ടുകളയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് താഴേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ക്യാപ്റ്റൻ ജോവിസ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ബലൂൺ എക്സ്പാൻഡ്സ്, ബലൂൺ എക്സ്പാൻഡ് ചെയ്യുകയാണ്, വികസിക്കുകയാണ്. ലൂസിങ് ഇറ്റ്സ് വിസിബിൾ ബ്ലഡ് ബൈ ദ എസ്കേപ്പ് വാൽവ്. അപ്പോൾ ഈ ബലൂണിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഹോട്ട് എയർ ആണ്. അപ്പോൾ ഈ വികസിക്കുന്ന അനുസരിച്ച് എസ്കേപ്പ് വാൽവ് വഴി അല്പാൽപമായിട്ട് ചൂട് എയർ പുറത്തേക്ക് വിട്ടുകളയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ്, വി ആർ റൈസിങ്. അപ്പോൾ ഈ ചൂട് കൂടുന്ന അനുസരിച്ച് ബലൂൺ മുകളിലേക്ക് പോവുകയാണ്. The earth no longer gives back echo of our trumpets.
അതായത് വളരെ ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഈ ഒരു ട്രംപറ്റ്സ്, അതായത് ഈ ശബ്ദങ്ങൾ, ഈ സൈറൻസ്, അതിൻ്റെ ശബ്ദം ഭൂമിയിൽ തട്ടി പ്രതിധ്വനിക്കുന്നില്ല. അതായത് ഭൂമിയുടെ കുറച്ചെങ്കിലും അടുത്താണെങ്കിൽ മാത്രമേ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കത്തുള്ളൂ. പക്ഷേ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിൽ എത്തിയതുകൊണ്ട് അങ്ങനെ എക്കോ ഒന്നും വരുന്നില്ല. ഇവർ പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദങ്ങളുടെ എക്കോ ഇവർക്ക് കിട്ടുന്നില്ല. അടുത്ത സെൻറ്റൻസ്, വി ഹാവ് റിസൺ ഓൾമോസ്റ്റ് 2000 feet. നമ്മൾ 2000 അടി മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ദർ ഈസ് നോ ലൈറ്റ് ടു കൺസൾട്ട് അവർ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ പ്രകാശമൊന്നും ഭൂമിയിൽ നിന്ന് കാണുന്നില്ല. വി നോ വി ആർ ഓൾവേസ് റൈസിങ്. അപ്പോൾ നമ്മൾക്കെല്ലാം മനസ്സിലായി നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ നോ ലോങ്ങർ സീ ദ എർത്ത്. നമുക്ക് ഭൂമിയെ കാണാനേ പറ്റുന്നില്ല. എ ലൈറ്റ് മിസ്റ്റ് സെപ്പറേറ്റ്സ് അസ് ഫ്രം ഇറ്റ്. അപ്പോൾ ഭൂമിക്ക് മുകളിൽ, അതായത് ഇവർക്ക് താഴെയായിട്ട് ഒരു മൂടൽ മഞ്ഞ് കാണപ്പെടുന്നുണ്ട്. അതായത് ഈ മൂടൽ മഞ്ഞ് കാരണം അവർക്ക് ഭൂമിയെ കാണാൻ സാധിക്കുന്നില്ല. എബോവ് അവർ ഹെഡ്സ് ട്വിങ്കിൾ ഇന്യൂമറബിൾ സ്റ്റാർസ്. അപ്പോൾ ഇവർ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ ധാരാളം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ്, a silvery light appears before us and makes the sky turn pale. അപ്പോഴാണ് അവർക്ക് മുന്നിൽ ഒരു വെള്ളി നിറത്തിലുള്ള ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത്. ആ സമയത്ത് ആകാശം ഒരു മങ്ങിയ നിറമായിട്ട് മാറി. സഡൻലി ദ മൂൺ റൈസസ് ഓൺ ദ എഡ്ജ് ഓഫ് എ ക്ലൗഡ്. പെട്ടെന്നാണ് ഒരു മേഘത്തിൻ്റെ സൈഡിൽ നിന്നും ചന്ദ്രൻ പുറത്തേക്ക് വന്നത്. ഇറ്റ് സീംസ് ടു ബി coming from below and we are looking down at it from a great height. അപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടത് ഈ മൂണ് താഴെ നിന്നും പൊങ്ങി വരുന്നതായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ക്ലിയർ ആൻഡ് റൗണ്ട് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്സ് ആൻഡ് സ്ലോലി റൈസസ് ഇൻ ദ സ്കൈ. വളരെ ക്ലിയർ ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഈ മൂണ് ക്ലൗഡിൻ്റെ പുറകെ നിന്നും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി പോകുന്നതായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അടുത്ത പാരഗ്രാഫ്, ദ എർത്ത് നൗ ഡസ് നോട്ട് സീം ടു എക്സിസ്റ്റ്. അപ്പോൾ അവർക്ക് തോന്നിയത് ഭൂമി ഉള്ളതായിട്ടേ അവർക്ക് തോന്നിയില്ല. കാരണം താഴെ മുഴുവൻ വെളുത്ത മിസ്റ്റ് അല്ലെങ്കിൽ വെളുത്ത മേഘങ്ങളാണ്. അവർക്ക് മുന്നിലൂടെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോവുകയാണ്. അവർക്ക് തലയ്ക്ക് മുകളിൽ നോക്കുമ്പോൾ ധാരാളം നക്ഷത്രങ്ങളെ കാണുന്നു. അപ്പോൾ ഭൂമിയെ കാണുന്നതേയില്ല. അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഈസ് ബറീഡ് ഇൻ മിൽക്കി വേപ്പേഴ്സ് ദാറ്റ് റിസംബിൾ എ സീ. അതായത് ഭൂമി ഒരു വെളുത്ത നീരാവി കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വെളുത്ത നീരാവി ഒരു കടൽ പോലെയാണ് തോന്നുന്നത്. അതായത് മേഘങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി ആർ നൗ ഇൻ സ്പേസ് with the moon which looks like another balloon. അപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടത് ഇപ്പോൾ അവർ ശൂന്യാകാശത്തിലാണെന്നാണ്. ഈ മൂണിനെ കണ്ടപ്പോൾ മറ്റൊരു ബലൂണായിട്ടാണ് അവർക്ക് തോന്നിയത്. അടുത്ത സെൻറ്റൻസ്, our balloon looks like a larger moon wandering amid the stars. അവർക്ക് മൂണിനെ കണ്ടപ്പോൾ തോന്നിയത് മറ്റൊരു വലിയ ബലൂണാണ്, നക്ഷത്രങ്ങൾക്കിടയിൽ കറങ്ങി നടക്കുന്ന മറ്റൊരു ബലൂണിനെ പോലെയാണ് അവർക്ക് തോന്നിയത്. അടുത്ത സെൻറ്റൻസ്, വി നോ ലോങ്ങർ സ്പീക്ക്, തിങ്ക് ഓർ ലിവ്, വി ഫ്ലോട്ട് അലോങ് ത്രൂ സ്പേസ് ഇൻ ഡെലിഷ്യസ് ഇനേർഷ്യ. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല, ഇവരാരും ഒന്നും ചിന്തിക്കുന്നില്ല, അവർ ജീവിക്കുന്നതായിട്ട് പോലും അവർക്ക് തോന്നുന്നില്ല. വി ഫ്ലോട്ട് അലോങ് ത്രൂ സ്പേസ്, അവർ ശൂന്യാകാശത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇൻ ഡെലിഷ്യസ് ഇനേർഷ്യ, മനോഹരമായ ഒരു ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നാക്ടിവിറ്റി എന്നാണ് ഇവിടെ അർത്ഥം. അതായത് ഒരു ചലനം ഇല്ലായ്മയിലൂടെ അവരിങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അടുത്ത സെൻറ്റൻസ്, വി ഹാവ് ബിക്കം സംതിങ് ഇൻഡിസ്ക്രൈബിൾ. അതായത് വിശദീകരിക്കാനാവാത്ത ഒരു സ്ഥിതിയിലാണ് അവരെത്തിയിരിക്കുന്നത്. വി ആർ നൗ ലൈക്ക് ബേർഡ്സ് ദാറ്റ് ഡോണ്ട് ഈവൻ ഹാവ് ടു ഫ്ലാപ്പ് ദർ വിങ്സ്. അപ്പോൾ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിറക് പോലും അടിക്കാതെ നീങ്ങുന്ന പക്ഷികളെ പോലെയാണ് അവർക്ക് തോന്നിയത്. അടുത്ത പാരഗ്രാഫ്, ഓൾ മെമ്മറി ഹാസ് ഡിസപ്പിയർഡ് ഫ്രം അവർ മൈൻഡ്സ്, ഓൾ ട്രബിൾസ് ഫ്രം അവർ തോട്ട്സ്. അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ ഓർമ്മകളും ഇല്ലാതായതുപോലെയാണ് അവർക്ക് തോന്നിയത്.
ഓൾ ട്രബിൾസ്, എല്ലാ പ്രശ്നങ്ങളും മാറിയതുപോലെ. ഫ്രം അവർ തോട്ട്സ്, നമ്മുടെ ചിന്തകളിൽ നിന്ന് എല്ലാ ട്രബിളുകളും മാറിപ്പോയതുപോലെ ഒരു അവസ്ഥയിലാണ് അവർ ആയിത്തീർന്നത്. വി ഹാവ് നോ മോർ റിഗ്രറ്റ്സ്, പ്ലാൻസ് ഓർ ഹോപ്സ്. ആ സമയത്ത് അവർക്ക് യാതൊരു റിഗ്രറ്റ്സും ഇല്ല. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ പരാതികളില്ല, പ്ലാനുകളില്ല, അതായത് ഉദ്ദേശങ്ങളില്ല, ഹോപ്പുകളില്ല, അതായത് പ്രതീക്ഷകളില്ല. അടുത്ത സെൻറ്റൻസ്, വി വൈൽഡ്ലി എൻജോയ് ദ ഫെൻറ്റാസ്റ്റിക് ജേർണി. ഞങ്ങൾ വളരെ വൈൽഡായിട്ട്, അതായത് വളരെ വന്യമായിട്ട് ഈ ഫെൻറ്റാസ്റ്റിക് ജേർണി, ഈ ഭയങ്കര മനോഹരമായിട്ടുള്ള ഈ ഒരു യാത്ര ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. വി ആർ എ വാണ്ടറിങ് ട്രാവലിംഗ് വേൾഡ്. ഞങ്ങൾ എന്തുപോലെയായിരുന്നു? കറങ്ങി നടക്കുന്ന ലോകങ്ങളെ പോലെ ആയി തീർന്നു. അടുത്ത സെൻറ്റൻസ്, ദ പ്ലാനറ്റ്സ് ആർ അവർ സിസ്റ്റേഴ്സ്. മറ്റു ഗോളങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരിമാരെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ദിസ് വേൾഡ് ഹാസ് 5 men ആൻഡ് ദേ ഹാവ് ഫോർഗോട്ടൺ ദ എർത്ത്. ഈ ലോകത്തിൽ ഇപ്പോൾ ഞങ്ങൾ 5 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 പേരും ഞങ്ങളുടെ ഭൂമിയെ പറ്റി മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ദ ബാരോമീറ്റേഴ്സ് മാർക്ക് 1200 meters. ബാരോമീറ്ററുകൾ ഭൂമിയിൽ നിന്നുള്ള ഹൈറ്റ് കാണിക്കുകയാണ്. 1200 meter കാണിക്കുന്നു. അതിനുശേഷം then 13, 14, 1500, അങ്ങനെ അവസാനം 1500 meters ഉയരത്തിലെത്തിയിരിക്കുകയാണ്. The little rice papers fall about us. അപ്പോൾ അവർ റൈസ് പേപ്പേഴ്സ് പുറത്തേക്ക് എറിയുന്നതൊക്കെ ഇങ്ങനെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. വി ആർ നൗ, റൈസ് പേപ്പർ എന്ന് പറയുന്നത് മാവ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരുതരം എഡിബിൾ ആയിട്ടുള്ള പേപ്പറാണ്. അത് ഈ ഫുഡ്, പലതരം റാപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അടുത്തത്, വി ആർ നൗ അറ്റ് 2000 meters. അങ്ങനെ അവർ 2000 meter മുകളിൽ എത്തിയിരിക്കുകയാണ്. ദെൻ വി ഗോ ടു 2350 ആൻഡ് ദ ബലൂൺ സ്റ്റോപ്സ്. അപ്പോൾ 2350 meter ഉയരത്തിലെത്തി. അപ്പോൾ ബലൂൺ ഒന്ന് നിന്നു. വി ബ്ലോ ദ സൈറൻ ബട്ട് നോ വൺ ആൻസേഴ്സ് ഇറ്റ്. അപ്പോൾ അവർ സൈറൻ വിളിച്ചു, പക്ഷേ താഴെ നിന്ന് റിപ്ലൈ ഒന്നുമില്ല. നൗ വി ഗോ ഡൗൺ റാപ്പിഡ്ലി. അപ്പോൾ അവർ പറയുകയാണ്, ഇനി നമ്മൾ താഴേക്കാണ് പോകുന്നത്. മെസ്സിയ മാലറ്റ് ഗോസ് ഓൺ സ്ക്രീമിങ്. മെസ്സിയ മാലറ്റ് വിളിച്ചു പറയുകയാണ്, ത്രോ ഔട്ട് മോർ സാൻഡ്. The sand and stones we throw come back into our faces as if they are going up. അപ്പോൾ ഇവർ ആ ബാസ്ക്കറ്റിൽ നിന്നും സാൻഡ് താഴേക്ക് ഇടാനായിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ് മെസ്സിയ മാലറ്റ്. അപ്പോൾ ഈ സാൻഡ് താഴേക്ക് ഇടുന്നതെല്ലാം അവരുടെ മുഖത്തേക്ക് തന്നെയാണ് വന്ന് വീഴുന്നത്. അതിൻ്റെ അർത്ഥം ബലൂൺ താഴേക്ക് പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആർ ഡിസെൻഡ് ഇസ് റാപ്പിഡ്. അപ്പോൾ ഞങ്ങളുടെ താഴേക്കുള്ള പോക്കെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഹിയർ ഈസ് ദ എർത്ത്, വേർ ആർ വി? ഭൂമിയെ കാണുന്നുണ്ട്. നമ്മൾ എവിടെ എത്തി? ഇറ്റ് ഈസ് നൗ പാസ്റ്റ് മിഡ് നൈറ്റ് ആൻഡ് വി ആർ ക്രോസിംഗ് എ ബ്രോഡ് ഡ്രൈ വെൽ കൾട്ടിവേറ്റഡ് കൺട്രി. അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ വളരെ ബ്രോഡ്, അതായത് വിശാലമായ വെൽ കൾട്ടിവേറ്റഡ്, നല്ല കൃഷി ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തിന് മുകളിലൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെൻറ്റൻസ്, ടു ദ റൈറ്റ് ഇസ് എ ലാർജ് സിറ്റി. നമ്മുടെ റൈറ്റ് സൈഡിൽ വലിയൊരു സിറ്റി കാണാം. സഡൻലി ഫ്രം ദ എർത്ത് റൈസസ് എ ബ്രൈറ്റ് ഫെയറി ലൈറ്റ്. അപ്പോഴാണ് ഭൂമിയിൽ നിന്നും വളരെ ബ്രൈറ്റ് ആയിട്ടൊരു പ്രകാശം വരുന്നുണ്ട്. ഇറ്റ് ഡിസപ്പിയേഴ്സ് ആൻഡ് റീഅപ്പിയേഴ്സ്. അപ്പോൾ അത് വരികയും പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നോ വൺ ഹാസ് ടൈം ടു സീ ക്ലിയർലി ആസ് ദ ബലൂൺ പാസസ് ക്വിക്ക്ലി ഇൻ ദ വിൻഡ്. പക്ഷേ ഒന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല, കാരണം ബലൂൺ അത്ര ഫാസ്റ്റായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്, വി ആർ നൗ ക്വൈറ്റ് നിയർ ദ എർത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഭൂമിക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. Bear exclaims, see what is that running over there in the fields. അപ്പോൾ നമ്മുടെ ബിയർ ചോദിക്കുകയാണ്, എന്താണ് താഴെ ആ പാടത്തുകൂടി ഫാസ്റ്റായിട്ട് ഓടിപ്പോകുന്നത്? Isn't it a dog? അതൊരു നായല്ലേ? Something was running along the ground with great speed
ബട്ട് വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് വാസ്. അപ്പോൾ എല്ലാവരും താഴേക്ക് നോക്കുമ്പോൾ എന്തോ ഒന്ന് താഴെ കൂടി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദ ക്യാപ്റ്റൻ സേസ് ഇറ്റ് ഈസ് ദ ഷാഡോ ഓഫ് അവർ ബലൂൺ ആൻഡ് ഇറ്റ് വിൽ ഗ്രോ ആസ് വി ഡിസെൻഡ്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു അത് വേറൊന്നുമല്ല, നമ്മുടെ ബലൂണിൻ്റെ തന്നെ നിഴലാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകുന്ന അനുസരിച്ച് ഈ നിഴൽ വലുതായിക്കൊണ്ടേയിരിക്കും. അടുത്ത പാരഗ്രാഫ്, ഐ ഹിയർ എ ഗ്രേറ്റ് നോയ്സ് ഓഫ് ഫൗണ്ടറീസ് ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോഴാണ് ഞാൻ ദൂരെ നിന്നും ഫൗണ്ടറിയുടെ ശബ്ദം കേട്ടത് കേട്ടോ. ഫൗണ്ടറി എന്ന് പറയുന്നത് ഫാക്ടറിയിൽ മെറ്റൽ ഉരുക്കി മോൾഡ് ചെയ്യുന്ന ശബ്ദമാണ് ഇവിടെ ഫൗണ്ടറീസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പോളാർ സ്റ്റാർ വി ആർ ഹെഡിങ് സ്ട്രെയിറ്റ് ഫോർ ബെൽജിയം. അപ്പോൾ പോളാർ സ്റ്റാറിനെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ബെൽജിയത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. പോളാർ സ്റ്റാർ എന്ന് പറയുന്നത് രാത്രിയിൽ ഏറ്റവും തിളക്കത്തോടെ വലിപ്പത്തോടെ കാണുന്ന മലയാളത്തിൽ ധ്രുവനക്ഷത്രം എന്ന് പറയുന്ന സ്റ്റാറാണ് പോളാർ സ്റ്റാർ. ഇപ്പോൾ പണ്ടൊക്കെ ഈ സ്റ്റാറിൻ്റെ ദിശ നോക്കിയിട്ടാണ് ആൾക്കാർ വഴി മനസ്സിലാക്കിയിരുന്നത്. അടുത്ത പാരഗ്രാഫ്, our siren and our two horns are continually calling. We ask where are we? അപ്പോൾ നമ്മൾ ഈ സൈറൻസ് ഉറക്കെ അവർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്യാപ്റ്റൻ ജോവിസ്. അപ്പോൾ യാത്രക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെ എത്തി. ബട്ട് ദ ബലൂൺ ഇസ് ഗോയിങ് സോ റാപ്പിഡ്ലി ദാറ്റ് ദ സ്റ്റാർട്ടിൽഡ് മെൻ ഹാസ് നോട്ട് ഈവൻ ടൈം ടു ആൻസർ അസ്. എന്നാൽ ഇവർ തിരിച്ച് ഉത്തരമൊന്നും പറയുന്നില്ല, കാരണം ഇവരാകെ സ്റ്റാർട്ടിൽഡ് ആണ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ്ഡ്, ആരും ഉത്തരമൊന്നും തരുന്നില്ല. അടുത്ത സെൻറ്റൻസ്, ദ ഗ്രോയിങ് ഷാഡോ ഓഫ് ലാ ഹോർല ഈസ് ഫ്ലീയിങ് ബിഫോർ എസ് ഓവർ ദ ഫീൽഡ്. അപ്പോൾ ഈ ലാ ഹോർലയുടെ ഷാഡോ, വലുതായിക്കൊണ്ടിരിക്കുന്ന ഷാഡോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഫ്ലീയിങ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. റോഡ്സ് ആൻഡ് വുഡ്സ്, ഓവർ ദ ഫീൽഡ് റോഡ്സ് ആൻഡ് വുഡ്സ്, അതായത് പാടങ്ങളുടെ മുകളിലൂടെയും റോഡുകൾക്ക് മുകളിലൂടെയും കാടുകൾക്ക് മുകളിലൂടെയും നമ്മുടെ ലാ ഹോർലയുടെ നിഴൽ ഇങ്ങനെ വലുതായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഗോസ് അലോങ് സ്റ്റെഡിലി ഗോയിങ് ബിഫോർ എസ് ബൈ അബൌട്ട് എ ക്വാർട്ടർ ഓഫ് എ മൈൽ. അപ്പോൾ ഈ നിഴൽ നേരെ നിർത്താതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ബാസ്ക്കറ്റിന് ക്വാർട്ടർ മൈല് മുൻപേ, അതായത് ഒരു 1/4 മൈല് മുൻപേ ഈ ബലൂണിൻ്റെ നിഴൽ അവർക്ക് ഓടിക്കൊണ്ട് പോകുന്നതായിട്ട് അവർക്ക് കാണാം. അടുത്ത സെൻറ്റൻസ്, ഐ ആം ലീനിങ് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ് ലിസണിങ് ദ റോറിങ് ഓഫ് ദ വിൻഡ് ഇൻ ദ ട്രീസ് ആൻഡ് അക്രോസ് ദ ഹാർവെസ്റ്റ് ഫീൽഡ്സ്. അപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ഈ ബാസ്ക്കറ്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ലീൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ലീനിങ് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ് ലിസണിങ് ദ റോറിങ് ഓഫ് ദ വിൻഡ്. അപ്പോൾ ഞാൻ ഈ കാറ്റിൻ്റെ അലർച്ച ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ബാസ്ക്കറ്റിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അടുത്ത സെൻറ്റൻസ്, I am leaning out of the basket, listening the roaring of the wind in the trees and across the harvest fields. അപ്പോൾ താഴെ നോക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെയും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾക്ക് മുകളിലൂടെയും ഈ കാറ്റിങ്ങനെ പോകുന്ന ശബ്ദമൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹം താഴേക്ക് നോക്കി നിൽക്കുകയാണ്. I say to Captain Jovis that the wind is fast. അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ജോവിസിനോട് പറയുകയാണ്, ഈ വിൻഡ്, ഈ കാറ്റ് വളരെ ഫാസ്റ്റായിട്ടാണല്ലോ പോകുന്നത് എന്ന് ഞാൻ ക്യാപ്റ്റൻ ജോവിസിനോട് പറയുകയാണ്. അടുത്ത സെൻറ്റൻസ്, ജോവിസ് സേയ്സ് ദേ മേ ബി വാട്ടർഫോൾസ്. അപ്പോൾ ജോവിസ് പറഞ്ഞു, അത് കാറ്റൊന്നുമല്ല, അത് വാട്ടർഫോൾസിൻ്റെ ശബ്ദമാണ്. ഐ ഇൻസിസ്റ്റ് ഇറ്റ് ഈസ് ദ വിൻഡ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, അല്ല അത് വെള്ളത്തിൻ്റെ ശബ്ദമല്ല, അത് കാറ്റിൻ്റെ ശബ്ദം തന്നെയാണ്. ദെൻ ജോവിസ് നഡ്ജസ് മീ. അപ്പോൾ ജോവിസ് എന്നെ കൈമുട്ടുകൊണ്ട് ഒന്ന് ഉന്തി. ഹി ഡസ് നോട്ട് വോണ്ട് ടു ഫ്രൈറ്റൻ ഹിസ് ഹാപ്പി ക്വയറ്റ് പാസഞ്ചേഴ്സ് ബിക്കോസ് ഹി നോസ് ദാറ്റ് എ സ്റ്റോം ഈസ് പെർസ്യൂയിങ് അസ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കാറ്റിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. അപ്പോൾ അതൊരു കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഈ സന്തോഷമായിട്ട് നിൽക്കുന്ന യാത്രക്കാരെ ഭയപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട്
ജോവിസ് അത് പുറത്ത് പറയാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജോവിസ് നമ്മുടെ ഗീ ഡി മോപ്പസാങ്ങിന് ഒരു എൽബോ എന്ന് പറയുമ്പോൾ കൈമുട്ട് കൊണ്ട് ഇങ്ങനെ ഒരു കുത്തു കൊടുത്തത്. അടുത്ത സെൻറ്റൻസ് he knows that a storm is pursuing us. Pursuing എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്തുടരുന്നുണ്ട്, നമ്മുടെ പുറകെ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. പക്ഷെ അത് അപകടമൊന്നും ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നില്ല. സഡൻലി ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ അപ്പിയർ. അപ്പോഴാണ് പട്ടണത്തിലെ പ്രകാശം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ദർ ഈസ് സച്ച് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് ലൈറ്റ് ദാറ്റ് ഐ ഫീൽ ഐ ആം ഇൻ എ ഫെയറി ലാൻഡ്. അപ്പോഴാണ് ഈ പ്രകാശം കണ്ടിട്ട് ഞാനൊരു മായാലോകത്തിൽ എത്തിയതുപോലെ എനിക്ക് തോന്നി, ഈ ടൗണിൽ നിന്നുള്ള പ്രകാശം കണ്ടപ്പോൾ. ദ ക്ലൗഡ്സ് ആർ ഗ്യാദറിങ് ബിഹൈൻഡ് us. അപ്പോൾ ഞങ്ങൾക്ക് പുറകെ മേഘങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഹൈഡിങ് ദ മൂൺ. ചന്ദ്രൻ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു പോകുന്നതും ഞങ്ങൾക്ക് കാണാമായിരുന്നു. ബട്ട് ടുവേർഡ്സ് ദ ഈസ്റ്റ് ദ സ്കൈ ഇസ് ബിക്കമിങ് ക്ലിയർ ബ്ലൂ ടിഞ്ച്ഡ് വിത്ത് റെഡ്. എന്നാൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം ഒരു നീല നിറം, ഒരു തെളിഞ്ഞ നീല നിറത്തിലേക്ക് മാറുന്നുണ്ടായിരുന്നു. ടിഞ്ച്ഡ് വിത്ത് റെഡ്, ഒരു ചുമന്ന നിറത്തിൻ്റെ ഒരു കലർപ്പുള്ള ഒരു ക്ലിയർ നീല നിറത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഡോൺ, നേരം വെളുക്കുകയാണ്. ഇറ്റ് ഗ്രോസ് റാപ്പിഡ്ലി ആൻഡ് ഷോസ് us all the little details of the earth. അപ്പോൾ ആ ഒരു പ്രഭാതത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചു. ദ ട്രെയിൻസ്, ദ ബ്രൂക്സ്, ദ കൗസ്, ദ ഗോഡ്സ്. അതായത് താഴെ കൂടി പോകുന്ന തീവണ്ടികൾ, ബ്രൂക്സ് അരുവികൾ, കൗസ് പശുക്കൾ, ആടുകൾ, ഇതിനൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു പ്രഭാതത്തിലെ പ്രകാശത്തിൽ കാണാൻ സാധിച്ചു. അടുത്ത സെൻറ്റൻസ്, ഓൾ ദീസ് പാസ് ബിനീത്ത് us വിത്ത് സർപ്രൈസിങ് സ്പീഡ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് താഴെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അടുത്ത സെൻറ്റൻസ്, കോക്സ് ആർ ക്രോയിങ് ബട്ട് ദ വോയിസ് ഓഫ് ഡക്സ് ഡ്രൗൺസ് എവ്രിതിങ്. കോക്ക് അതായത് കോഴികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു, പക്ഷെ താറാവുകളുടെ ശബ്ദത്തിൽ ആ ശബ്ദമെല്ലാം മങ്ങിപ്പോയി അല്ലെങ്കിൽ മുങ്ങിപ്പോയി. അടുത്ത പാരഗ്രാഫ്, ദ ഏർലി റൈസിംഗ് പെസൻസ് ആർ വേവിംഗ് ദർ ആം ടെല്ലിങ് us to drop. അപ്പോഴാണ് ഈ പ്രഭാതത്തിൽ തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന പെസൻസ്, PEASANTS, പെസൻസ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൃഷിക്കാർ ഈ ബലൂൺ താഴേക്ക് വരുന്നത് കണ്ടിട്ട് അവരെല്ലാം ഇവരോട് കൈ വീശി കാണിക്കുകയാണ്. എന്നിട്ട് താഴേക്ക് വരൂ എന്നവർ ആംഗ്യം കാണിക്കുകയാണ്. അടുത്ത സെൻറ്റൻസ്, ബട്ട് വി ഗോ along steadily watching the world fleeing under our feet. പക്ഷേ ഞങ്ങൾ നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെഡിലി വാച്ചിങ് ദ വേൾഡ് ഫ്ലീയിങ് അണ്ടർ അവർ ഫീറ്റ്. ഞങ്ങളുടെ കാലുകൾക്ക് താഴെ ഓടിപ്പോകുന്ന ലോകത്തെ ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഈ ബാസ്ക്കറ്റിൽ നിൽക്കുകയാണ്. എഹെഡ് ഓഫ് us lies a bright highway. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയൊരു ഹൈവേ, അതായത് ഒരു റോഡ് കാണാം. ഇറ്റ് ലുക്സ് ലൈക്ക് എ ബിഗ് റിവർ ഫുൾ ഓഫ് ഐലൻഡ്സ്. അപ്പോൾ ഈ ഹൈവേ കണ്ടപ്പോൾ അവർക്ക് ഒരു വലിയൊരു നദി, നിറയെ ദ്വീപുകളുള്ള ഒരു നദി പോലെയാണ് അവർക്ക് തോന്നിയത്. അടുത്ത പാരഗ്രാഫ്, ദ ക്യാപ്റ്റൻ ആസ്ക്ഡ് us to get ready for the descent. അപ്പോൾ ക്യാപ്റ്റൻ നിർദ്ദേശം തന്നു, എല്ലാവരും റെഡി ആയിക്കോളൂ, നമ്മൾ താഴെ എത്താൻ പോവുകയാണ് എന്ന് നിർദ്ദേശം തന്നു. ഹി മേക്സ് മെസ്സിയ മാലറ്റ് ലീവ് ഹിസ് നെറ്റ് ആൻഡ് റിട്ടേൺ ടു ദ ബാസ്ക്കറ്റ്. അപ്പോൾ മെസ്സിയർ മാലറ്റിനോട് ആ നെറ്റിൽ നിന്നും ബാസ്ക്കറ്റിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം നെറ്റിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അടുത്ത സെൻറ്റൻസ്, വി ദെൻ പാക്ക് ദ ബാരോമീറ്റേഴ്സ് ആൻഡ് എവ്രിതിങ് ദാറ്റ് കുഡ് ബി ഡാമേജ്ഡ് ബൈ പോസിബിൾ ഷോക്ക്. അതായത് ഈ ബാസ്ക്കറ്റ് താഴെ വന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ഷോക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഷോക്കിൽ ഡാമേജ് ആവാതിരിക്കാനായിട്ട് സാധനങ്ങളെല്ലാം അവർ പാക്ക് ചെയ്തു. അതായത് ഈ ബാരോമീറ്റേഴ്സ്, മറ്റ് സാധനങ്ങൾ എല്ലാം അവർ റെഡിയാക്കി വെച്ചു. മെസ്സിയ ബെസന്റ് ആസ്ക്ഡ് us to look out at the mast to the left.
അപ്പോഴാണ് മെസ്സിയ ബെസന്റ് പറഞ്ഞത്, താഴെ നോക്കൂ, താഴെ മാസ്റ്റുകൾ കാണാം. മാസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന കൊടിമരങ്ങളെയാണ് മാസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസ്റ്റുകൾ നോക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവർ കടലിൻ്റെ അടുത്തുകൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി സേസ് വി ആർ അറ്റ് ദ സീ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ കടലിലാണിപ്പോൾ. ഫോഗ്സ് ഹാവ് ഹിഡൻ ഇറ്റ് ഫ്രം us until then. ഇതുവരെ ഈ മൂടൽമഞ്ഞ് കാരണം നമ്മൾക്ക് കടൽ കാണാൻ സാധിച്ചില്ല. ദ സീ ഈസ് എവ്രിവെയർ. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് ഈ പരന്ന് കിടക്കുന്ന കടൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഈ ലെസണിൻ്റെ ബാക്കി ഭാഗവും പിന്നെ ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.